ഒന്നുമല്ല, നമ്മളിങ്ങനെ ചാടി ചാടി ഇങ്ങനെ വളച്ച് വളരെ ശ്രദ്ധിച്ച് ഓടിച്ച് പോകണം. ഇതാ ബൈക്കിൽ 2 ചേട്ടന്മാര് വരുന്നുണ്ട്. അവരെന്ത് പാടാ എന്തോ ഒരു നിയന്ത്രണം വിട്ട് വരുന്നുണ്ട്. എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുക, രക്ഷപ്പെട്ട് ഇടിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ടാറിന്റെ അംശം കാണണമെങ്കിൽ നാസയെന്ന് വല്ല ശാസ്ത്രജ്ഞരെയും കൊണ്ടുപോകണം. ഇത് ടാറ് പണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ റോഡാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും ടാർ എന്തായാലും ഇല്ല. ഇതാണ് ഇവിടുത്തെ റോഡിന്റെ ഇവിടുത്തെ ഒരു അവസ്ഥ. ഞാനിങ്ങനെ ഇതിലെ ഒരു യാത്ര എനിക്ക് ആവശ്യമുണ്ടായിട്ട് വന്നതല്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കരകുളത്തൂടെ സഞ്ചരിച്ചപ്പോൾ യാദൃശ്ചികമായി കരകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വികസന യാത്ര അവരിങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. അതെന്നെ വല്ലാതെ എന്നെ ആകർഷിച്ചു. അപ്പോഴേ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇവർ ചെയ്തേക്കുന്ന വികസനങ്ങളൊക്കെ പോയി കാണണമല്ലോ. ഇനി ഞാൻ യാത്ര ചെയ്യാത്തതുകൊണ്ട്, ഞാൻ മെയിൻ റോഡ് വഴി മാത്രം പോണതുകൊണ്ട് ഇവരുടെ വികസനം, പഞ്ചായത്തിന്റെ വികസനങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി ഓരോ ഇടവഴികളും അതിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ നമ്മളെ വീടിന്റെ അടുത്തുള്ള സ്ഥലം എന്ന നിലയിലാണ്, നോക്കട്ടെ ഈ കുഴി ഒന്ന്, അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയിലാണ് ഈ കല്ലയത്തിന്റെ അടുത്തുള്ള ചന്തയ്ക്ക് അടുത്തൂടെയുള്ള റോഡ് വഴി വെറുതെ ഒന്ന് പോയി നോക്കിയത്. എനിക്ക് പോവാൻ അപ്പുറത്തൂടെ വേറെ നല്ല റോഡുണ്ട്, എന്നാൽ ഇവിടേക്കുള്ള വികസനങ്ങൾ നമ്മൾ കാണണമല്ലോ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു യാത്ര നടന്നത്. എന്തായാലും ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവിടുത്തെ ഇത് റോഡിന്റെ ഒരു സൈഡ് പ്ലാവള വാർഡും ഒരു സൈഡ് നെടുമ്പാറ വാർഡുമാണ്. അപ്പൊ 2 മെമ്പർമാരും പ്രത്യേക എന്തെങ്കിലും അവാർഡ് സർക്കാർ തലത്തിൽ കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല മനോഹരമായ ഒരു അനുഭവമാണ് ഇതിലേ സഞ്ചരിക്കുന്നത്. നമ്മളെ ഇടുക്കിയിലും കട്ടപ്പനയിലും ഒക്കെ ഇവിടെ നിന്ന് ഓഫ് റോഡ് അനുഭവിക്കാൻ വേണ്ടി പോകണ മണ്ടന്മാരടുത്ത് പറയാനുള്ളത്, അങ്ങൊന്നും പോവേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഇത്രയും നല്ല ഓഫ് റോഡ് ട്രാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതുവരുടെ മറ്റെന്തോ ഒരു വികസനമാണ്. ഇവിടെ കുട്ടികൾക്കുള്ള പെയിന്റ് അടിച്ച എന്തോ അംഗൻവാടി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ കുട്ടികൾ ഈ റോഡെയാണ് സഞ്ചരിക്കുന്നത്. അംഗൻവാടി ഇതിൽ അങ്ങോട്ട് നമ്മുടെ കാറ് പോകുന്നുള്ള അറിയത്തില്ല. അല്ല കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഇതാണ് കല്ലയ മാർക്കറ്റ്. അതിന്റെ ബോർഡിൽ വികസനം കാണാം, കണ്ട. കല്ലയത്തുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. അതിന്റെ ബോർഡിൽ തന്നെ വികസനം തുളുമ്പി നിൽക്കുകയാണ്. അവിടെ കഴിഞ്ഞ ഒരു 200 മീറ്റർ കൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല റോഡ് കാണാൻ പറ്റും നമുക്ക്. ചേട്ടന്മാരൊക്കെ വണ്ടിയിലൊക്കെ വരുന്നുണ്ട്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്തോ സർക്കസ് ഒക്കെ അറിയാന്നുള്ള കുടുംബമാണെന്ന് തോന്നുന്നു. അവര് വീഴാതെ പോകുന്നുണ്ട്. അപ്പൊ ഈ വികസനം കണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബാക്കിയുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ പല ഭാഗത്തുള്ള വികസനം നേരിട്ട് പോയി